എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി സെൻസെക്സിന്റെ ഇൻഡെക്സുകളിലെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്കും അതുപോലെ തന്നെ നാളത്തെ അതിന്റെ ട്രേഡിംഗ് പ്ലാൻ വിവരിക്കുന്ന വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്നത്തേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇങ്ങനെയാണ്. അതായത് ഇന്ന് ട്രേഡ് ചെയ്ത റേഞ്ചിൽ ഞാൻ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇങ്ങനെയായിരുന്നു. നമ്മൾ ട്രേഡിംഗ് പ്ലാന് പറയുകയാണെങ്കിൽ ഒരു ഓപ്പണിംഗ് തന്നതിന് ശേഷം അത് എവിടെയാണെങ്കിലും ഓപ്പണിംഗ് തന്നതിന് ശേഷം ആദ്യം ഒരു 3 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ ക്യാൻഡിൽ അപേക്ഷിച്ച് പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നോ ആ ഡയറക്ഷനിലോട്ട് തന്നെ ട്രേഡ് എടുക്കും. ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്താൽ ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നോ ആ ഡയറക്ഷനിലോട്ട് തന്നെ ട്രേഡ് എടുക്കും. ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്താൽ അപ്പോൾ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടാർഗറ്റിന്റെ അവിടെ നിന്ന് റിജക്ഷൻ കിട്ടി, പ്രൈസ് വീണ്ടും താഴോട്ട് തന്നെ വന്നു. ചെറിയ ടൈം ഫ്രെയിം 1 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ചെറിയ ലാഭം എടുത്തിട്ട് അപ്പൊ തന്നെ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആയിട്ടുണ്ടാവും. അതും നമ്മൾ പ്ലാൻ പറയുന്ന സമയത്ത് എങ്ങനെയാണ്, നമ്മുടെ ടാർഗറ്റ്സ് റീച്ച് ആവുന്ന സമയത്ത് അവിടെ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഇപ്പൊ കോൾ ഓപ്ഷൻ ആണ് എടുത്തുള്ളത്, കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്യാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ട്രേഡ് ചെയ്യാം. താഴോട്ട് വന്ന സമയത്തും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്ന സമയത്ത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലിൽ നിന്ന് വീണ്ടും റിജക്ഷൻ കിട്ടി. പ്രൈസ് മുകളിലോട്ട് കയറി ഇത് മുകളിലോട്ട് പോയിട്ട് മേജർ ലെവലിൽ റിജക്റ്റ് ആയി താഴോട്ട് വന്നു. പിന്നെ പ്രൈസ് ഈ ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസിന്റെ ഇടയിൽ കൺസോളിഡേറ്റ് ആവുകയാണ് ഉണ്ടായത്. ഇതിന്റെ ഇടയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ആവുകയാണെങ്കിൽ ട്രേഡ് ഫ്രം ബൗണ്ടറി ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ഓപ്പർച്യൂണിറ്റി. അതായത് ബൈ ഫ്രം ലോ, സെൽ ഫ്രം ഹൈ, ഇതേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ താഴത്തെ സപ്പോർട്ട് ലെവല് റീച്ച് ആകുമ്പോൾ അവിടെ നിന്ന് ബൈ ചെയ്യുകയും മുകളിലത്തെ റെസിസ്റ്റൻസ് ലെവൽ റീച്ച് ആകുമ്പോൾ അവിടെ നിന്ന് സെല്ല് ചെയ്യുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കിട്ടുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആവാം. ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 10-10:45 ശേഷം 10:30 ശേഷം നമുക്ക് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടായിരുന്നു മാർക്കറ്റ് പോയിട്ടായിരുന്നത്. ചെറിയ ചെറിയ പ്രോഫിറ്റ്സ് എടുത്ത് എക്സിറ്റ് ആവാൻ സാധിക്കുള്ളൂ. അതിന് മുൻപാണെങ്കിൽ നല്ല നല്ല പ്രോഫിറ്റ്സ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിഫ്റ്റി തന്നിട്ടുണ്ട്. മാർക്ക് ചെയ്ത ലെവൽസ് കൃത്യമായിട്ടും നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവൽസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നല്ല കൺഫർമേഷൻസോട് കൂടിയിട്ട് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കുമായിരുന്നു. ഇനി സെൻസെക്സ് എങ്ങനെയാണ് നോക്കാം. സെൻസെക്സിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇങ്ങനെയാണ്. അപ്പോൾ ഓപ്പണിംഗ് ചെറിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് തന്നു. ഓപ്പണിംഗിൽ തന്നെ മുകളിലോട്ട് കയറി ഡിസ്കൗണ്ടിൽ എൻട്രി വന്നു കഴിഞ്ഞാൽ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ്, അത് കിട്ടി. അവിടുന്ന് റിജക്റ്റ് ആയി താഴോട്ട് വന്നു. നിഫ്റ്റിയിലെ പോലെ തന്നെയാണ് ഇതിലും എനിക്ക് പറയാനുള്ളൂ. താഴോട്ട് വന്നു, മേജർ സപ്പോർട്ട് ലെവലിന്റെ അവിടുന്ന് റിജക്റ്റ് ആയി മുകളിലോട്ട് കയറി അവിടുന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ തന്നെ വീണ്ടും റിജക്ഷൻ കിട്ടി താഴോട്ട് വന്ന് ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസിന്റെ ഇടയിൽ കൺസോളിഡേറ്റ് ആയി ചെറിയ ചെറിയ പ്രോഫിറ്റ്സ് എടുത്തിട്ട് എക്സിറ്റ് ആവാനേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഇത്രയാണ് നിഫ്റ്റിയിലാണെങ്കിലും സെൻസെക്സിലാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് പറയാനുള്ളത്. ഞാൻ സെൻസെക്സിലെ കൂടുതൽ വിവരിച്ച് പറയുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ നിഫ്റ്റിയിൽ വിവരിച്ച് പറഞ്ഞു. അതേ സെയിം മൂവ്മെന്റ് തന്നെ സെൻസെക്സിലുള്ളൂ. കുറച്ച് വലിയ വലിയ മൂവ്മെന്റ്സ് ആയിരിക്കും സെൻസെക്സിൽ വരിക എന്ന് മാത്രം. അതായത് നിഫ്റ്റിയെക്കാളും ഒരു 2-3 ഇരട്ടി വലിപ്പമുണ്ട് സെൻസെക്സ് എന്ന ഇൻഡെക്സിന്. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് കിട്ടുന്ന മൂവ്മെന്റ്സ് നിഫ്റ്റിയെ പോലെ തന്നെ സെയിം ആയിരിക്കും. 90% അത് സെയിം ആയിരിക്കും. പക്ഷെ അതിന്റെ വലിപ്പ വ്യത്യാസം തീർച്ചയായിട്ടും നമുക്ക് അനുഭവപ്പെടും. സെൻസെക്സിൽ ഒരു 2 ഇരട്ടി 3 ഇരട്ടി മൂവ്മെന്റ് വന്നിരിക്കും. അത്ര തന്നെ വ്യത്യാസമുള്ളൂ നിഫ്റ്റിയും സെൻസെക്സും തമ്മിൽ. മറ്റ് യാതൊരു വ്യത്യാസവും ഇല്ല. മൂവ്മെന്റ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. അതിപ്പോ ഡെയിലി ഉള്ള ലെവൽസ് നമ്മൾ നോക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ചാർട്ട് എടുക്കുന്ന സമയത്ത് തന്നെ പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ നിഫ്റ്റിയും സെൻസെക്സും സെയിം ഒരേ പാറ്റേണിലായിരിക്കും മൂവ് ചെയ്തിട്ടുണ്ടാവുക. അത് 90% സമയങ്ങളിലും അങ്ങനെ തന്നെയാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷം പറയുകയാണെങ്കിൽ നിഫ്റ്റിയിലും സെൻസെക്സിലും ഇത്രയേ ഉള്ളൂ. ഇനി നാളത്തെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം. നാളത്തെ ലെവൽസ് എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാം. നിഫ്റ്റിയിൽ നാളത്തെ ലെവൽസ് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ പറയുകയാണെങ്കിൽ
നിഫ്റ്റി നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ എന്തും തരട്ടെ. ഓപ്പണിംഗിന് ശേഷം ആദ്യത്തെ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് ആ ഡയറക്ഷനിലോട്ടായിരിക്കും ഞാൻ ട്രേഡ് എടുക്കുക. അപ്പോൾ നിഫ്റ്റി ഒരു ഓപ്പണിംഗ് തന്നിട്ട് മുകളിലോട്ടാണ് ആദ്യത്തെ ക്യാൻഡിൽ ക്ലോസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നീട് മുകളിലോട്ടാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാൻഡിലൊക്കെ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആക്കി വെക്കാം. അല്ലെങ്കിൽ അപ്പോൾ കിട്ടിയ റിജക്ഷന്റെ തൊട്ട് താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഞാൻ മുകളിലോട്ട് ട്രേഡ് എടുക്കും. അപ്പൊ ടാർഗറ്റ് ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈ ആണ് ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് 24,376, 24,457 എന്നിവ ടാർഗറ്റ് ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കും. എന്നീ ലെവലുകൾ 24,457 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,510, 581, 624, 687 എന്നീ ലെവലുകൾ ടാർഗറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഓരോ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴും നമുക്ക് കോൾ ഓപ്ഷൻ, അതായത് ഒരു ലെവൽ ടച്ച് ആകുമ്പോൾ ഒരു ലെവൽ ടു മറ്റൊരു ലെവൽ വരെ നമ്മൾ എടുത്തിട്ട് അവിടെ നിന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആയിട്ട് പിന്നീട് ആ ഒരു ക്രിയേറ്റ് ചെയ്ത ഹൈ ഉണ്ടാവുമല്ലോ, ഒരു റിജക്ഷൻ വരുമ്പോൾ നമ്മൾ എക്സിറ്റ് ആവും. പിന്നെ ആ ക്രിയേറ്റ് ചെയ്ത ഹൈക്ക് മുകളിൽ വീണ്ടും കയറുന്ന സമയത്ത് ഡിസ്കൗണ്ടിൽ നിന്ന് വീണ്ടും എൻട്രി എടുത്ത് തൊട്ട് മുൻപത്തെ ഒരു റിജക്ഷന്റെ താഴെ തന്നെ സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട് അടുത്ത ലെവലിലോട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. ഇനി ഏതെങ്കിലും ഇപ്പൊ നമ്മളൊരു മുകളിലോട്ട് ട്രേഡ് എടുത്തിട്ട് ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ കിട്ടുന്നത്, ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു റിജക്ഷൻ കിട്ടുന്നത്, അവിടെ നിന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവും ഞാൻ. എന്നിട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയാൽ പുട്ട് ഓപ്ഷൻ എടുത്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ഇത് തന്നെ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റുകളായിട്ട് പ്രതീക്ഷിക്കാം. ഇനി അതല്ല അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഡിസ്കൗണ്ടിൽ എൻട്രി എടുത്ത് വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ട്രേഡ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യും. ഇനി ഓപ്പണിംഗിന് ശേഷം പ്രൈസ് താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്ത് ഡേയ്സ് ആയി അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ റിജക്ഷന് തൊട്ട് മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് 24,302, 24,261, 24,210, 24,152, 136 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സപ്പോസ് 24,136 താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 24,053, 24,007, 23,882, 23,848, 23,783, 23,744, 720, 686 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. താഴോട്ട് ട്രേഡ് ചെയ്യാം. ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ നമുക്ക് കിട്ടുന്നത് അവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്യാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൾ ഓപ്ഷനിൽ എൻട്രി എടുത്തിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാം. ഇവിടെ 24,152, 136 എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ താഴോട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് 24,152 ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ്, ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ അടുത്ത് വെച്ചിട്ടൊക്കെയാണ് റിജക്ഷൻ വരുന്നതെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നതാവും കുറച്ചുകൂടി നല്ലത്. ഇനി 15 മിനിറ്റ് ഇപ്പൊ ഒരു ലെവലിന്റെ അടുത്തുനിന്ന് നമുക്ക് റിജക്ഷൻ ചെറിയ ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിച്ച് നമ്മൾ പുട്ട് ഓപ്ഷനിൽ എക്സിറ്റ് ആയിട്ട് 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയ കോൾ ഓപ്ഷൻ എടുക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാതെ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലോയിനെ വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴോട്ടാണ് വരുന്നതെങ്കിൽ തരുന്ന ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്തിട്ട് അപ്പൊ കിട്ടിയ റിജക്ഷന്റെ തൊട്ട് മുകളിൽ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് എവിടെയെങ്കിലും കിട്ടിയിട്ടുള്ള ഒരു തൊട്ടടുത്ത് തന്നെ കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു റിജക്ഷന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അടുത്ത ലെവൽ വരെ താഴോട്ട് തന്നെ നമുക്ക് പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നിഫ്റ്റിയിലുള്ള പ്ലാൻ ആയിട്ട് വരിക. മുകളിലോട്ടുള്ള ലെവൽസ് ഇങ്ങനെയും താഴോട്ടുള്ള ലെവൽസ് ഇങ്ങനെയുമാണ് വരുന്നത്. ഇനി സെൻസെക്സ് എങ്ങനെയാണ് നോക്കാം. നിഫ്റ്റിയിൽ പറഞ്ഞ അതേ രീതികൾ തന്നെ എനിക്ക് ഇവിടെയും പറയാനുള്ളൂ. സെൻസെക്സും സെയിം, എൻ്റെ പ്ലാനും കാര്യങ്ങളെല്ലാം സെൻസെക്സിലും നിഫ്റ്റിയിലും സെയിം ആണ്. ലെവൽസ് ആണ് വ്യത്യാസം വരിക. ഇവിടെ ഓപ്പണിംഗിന് ശേഷം പ്രൈസ് മുകളിലോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, ഡയറക്ഷൻ മുകളിലോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് എൻട്രി എടുത്ത് ഡേയ്സ് ലോ അല്ലെങ്കിൽ അപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു റിജക്ഷൻ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 80,449, 80,664, 80,870, 81,049, 81,049, 81,384 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. ഏത് ലെവലിൽ നിന്നാണോ
ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടുന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവും. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയാൽ പുട്ട് ഓപ്ഷനിലെ ട്രേഡ് എടുത്ത് താഴോട്ട് തന്നെ ട്രേഡ് എടുക്കാം. എൻട്രി എടുത്ത് താഴോട്ട് തന്നെ ട്രേഡ് എടുക്കാം. ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് വെക്കാവുന്നതാണ്. ഇനി സപ്പോസ് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാതെ വീണ്ടും അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈ വരികയാണെങ്കിൽ വീണ്ടും ഒരു ഡിസ്കൗണ്ട് വരുമ്പോൾ അവിടെ നിന്ന് എൻട്രി എടുത്തും മുകളിലോട്ട് തന്നെ കോൾ ഓപ്ഷൻ നമുക്ക് ട്രേഡ് എടുക്കാം. അടുത്ത ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ചിട്ട് മുകളിലോട്ട് തന്നെ കോൾ ഓപ്ഷൻ ട്രേഡ് എടുക്കാവുന്നതാണ്. ഇനി പ്രൈസ് താഴോട്ടാണ് ഓപ്പണിംഗ് തന്നതിന് ശേഷം താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ എൻട്രി എടുത്ത ഡേയ്സ് ഹൈ അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് തരുന്ന സമയത്ത് റിജക്ഷൻ വരും. ആ റിജക്ഷൻ തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് താഴോട്ട് ട്രേഡ് ചെയ്യാം. അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആദ്യത്തെ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. ആ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോയിനെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 80,191, 80,021, 79,856, 79,634, 571 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളൊക്കെ വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഇവിടെ 79,634, 571 എന്നീ ലെവൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. സപ്പോസ് 571 താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിലോ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 79,340, 79,134 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ചിട്ട് നമുക്ക് താഴോട്ട് പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. ഏത് ലെവലിൽ നിന്നാണോ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടുന്ന് നമുക്ക് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്യാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ മുകളിലോട്ട് കോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യാം. ആ ഒരു റിജക്ഷന്റെ തൊട്ട് താഴത്തിന് സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. മുകളിലോട്ട് ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇനി 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാതെ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോയിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും പുതിയൊരു ലോ ഉണ്ടാവുകയാണെങ്കിൽ തരുന്ന ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് അവിടെ റിജക്ഷൻ എന്തായാലും വരും. ആ റിജക്ഷന് തൊട്ട് മുകളിൽ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു 5 മിനിറ്റിന്റെയോ 15 മിനിറ്റിന്റെയോ ഒരു റിജക്ഷന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴോട്ട് തന്നെ നമുക്ക് പുട്ട് ഓപ്ഷൻ ട്രേഡ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. താഴോട്ടുള്ള ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നിഫ്റ്റിയിലും സെൻസെക്സിലും എന്റെ ലെവൽസ് ഇങ്ങനെയാണ്. സെൻസെക്സിൽ താഴോട്ടുള്ള ലെവൽസ് ഇങ്ങനെയും അതുപോലെ മുകളിലോട്ടുള്ള ലെവൽസ് ഇങ്ങനെയുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പ്ലാന് നിഫ്റ്റിയിലും സെൻസെക്സിലും എങ്ങനെയാണ് വരിക, ഇനി ഇന്നത്തെ ലെവൽസും ഇന്നത്തെ ട്രേഡിംഗ് പ്ലാനും എങ്ങനെയാണ് വർക്ക് ആയിട്ടുള്ളത്, നാളത്തെ മാർക്കറ്റിൽ എങ്ങനെ വർക്കായി എന്നുള്ളത് നമുക്ക് നാളെ വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിന്റെ വീഡിയോയിൽ പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് പഠിക്കണം, അല്ലെങ്കിൽ ചാർട്ട് റീഡ് ചെയ്യാൻ പഠിക്കണം, ലെവൽസ് മാർക്ക് ചെയ്യാൻ പഠിക്കണം. അതും ഇപ്പോൾ എൻ്റെ മെത്തേഡ് ഇഷ്ടപ്പെട്ട് എൻ്റെ മെത്തേഡ് തന്നെ പഠിച്ചാൽ കൊള്ളാം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ കോൺടാക്ട് നമ്പർ ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാം. ഡ്യൂറേഷൻ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ 3 വീക്ക് ആണ്. മന്ത്ലി ഒരു ബാച്ച് എടുക്കുള്ളൂ, മാക്സിമം 10 പേരിനെ എടുക്കുള്ളൂ. ഫീസ് 10,000 ആണ്. മറ്റു ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.